ഉമ്മാന്റെ പൊരുത്തം നൽകട്ടെ പടച്ചവരെ. എൻ്റെ ഉമ്മാടെ മരണ വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വേദന കയറിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ പെറ്റു വളർത്തിയ ഉമ്മയുടെ വേർപാടായിരിക്കും. ആ വേർപാടിൻ്റെ വാർത്ത അറിയുന്ന നിമിഷം ഏതൊരു മനുഷ്യനും തകർന്നു പോകും. എന്നാൽ സ്വന്തം ഉമ്മ മരണപ്പെട്ടു എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും തൻ്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാൻ നെഞ്ചുപൊട്ടുന്ന വേദന ഉള്ളിലൊതുക്കി വേദിയിലേക്ക് കയറിയ ഒരു മകനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് പ്രഭാഷകൻ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്. കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണ വേദിയുടെ സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പാണ് ഉസ്താദ് അറിയുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുന്നു. സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെങ്കിൽ ആകെ തളർന്നു പോകുമായിരുന്ന നിമിഷം. എന്നാൽ ഉസ്താദ് സംഘാടകരോട് പറഞ്ഞു, ഈ വിവരം ഇപ്പോൾ ആരോടും പറയണ്ട. ഞാൻ വയലു പറയും. എൻ്റെ മുന്നിൽ ദീൻ പഠിക്കാൻ കാത്തിരിക്കുന്ന ജനങ്ങൾക്കാണ് അദ്ദേഹം വലിയ വില കൽപ്പിച്ചത്. മഗ്‌രിബ് നിസ്കാര സമയത്ത് തൻ്റെ മനസ്സിൽ ഉമ്മയെക്കുറിച്ചുള്ള വല്ലാത്തൊരു ചിന്ത വന്നിരുന്നതായും തൊട്ടു പിന്നാലെയാണ് മരണവാർത്ത എത്തിയതെന്നും ഉസ്താദ് പിന്നീട് പങ്കുവെക്കുന്നു. നാം എത്ര കരഞ്ഞാലും ആ ഉമ്മയ്ക്ക് അള്ളാഹു നൽകിയത് വലിയൊരു സൗഭാഗ്യമായിരുന്നു. ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന പോലെ പുണ്യമേറിയ വെള്ളിയാഴ്ചയാണ് ആ ഉമ്മ മരണപ്പെടുന്നത്. കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് പുഞ്ചിരിയോടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല മരണം. ഉമ്മയ്ക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനവും അതുതന്നെയാണ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം നല്ല മരണങ്ങൾ അള്ളാഹു കാത്തുവെക്കൂ. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. ഇന്ന് മക്കളെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ മത്സരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു വലിയ പാഠമാണ്. ഈ ഉമ്മയ്ക്ക് 8 മക്കളായിരുന്നു, 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. ആ ഉമ്മ തൻ്റെ എല്ലാ മക്കളെയും ആലിമീങ്ങളും ഹാഫിലുകളുമായാണ് വളർത്തിയത്. ഇന്ന് ആ ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം മകൻ ആയിരക്കണക്കിന് ജനങ്ങളെ കൊണ്ട് ആ ഉമ്മയുടെ പരലോക നന്മയ്ക്കായി യാസീനും ഫാത്തിഹയും ഓദിച്ച് പ്രാർത്ഥന നടത്തുകയാണ്. മക്കളെ ദീനീ ബോധത്തോടെ വളർത്തിയാൽ മരണശേഷവും അവർ നമുക്ക് വലിയൊരു സമ്പത്തായി മാറുമെന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കരയുകയായിരുന്നു. എന്നാൽ നമ്മുടെ മുഖം കണ്ട് ഉമ്മയും ഉപ്പയും ചുറ്റുമുള്ളവരും സന്തോഷത്തോടെ ചിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം നമ്മുടെ വേർപാടിൽ കരയുമ്പോഴും നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും പ്രകാശവും ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ ചവിട്ടിപ്പുറത്താക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വലിയൊരു താക്കീത് കൂടിയാണ് ഈ സംഭവം. മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിചരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുമ്പോഴും സമൂഹത്തിൻ്റെ നന്മക്കായി സംസാരിച്ച ഉസ്താദിൻ്റെ ആ മനസ്സിനെ നമ്മൾ ആദരിച്ചേ തീരൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഉസ്താദിൻ്റെ ഉമ്മാൻ്റെ പരലോക മോക്ഷത്തിനായി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നന്നായി നോക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മാനെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാൻ്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വേദന കയറിയത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വേദന കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദേ എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഴുതു പറയും ഇൻഷാ അല്ലാഹ്. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോൺ എടുത്തപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇൻ്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് വന്നേ. ഞാൻ ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലെന്തോ വല്ലാത്തൊരു തോന്നലുമ്മ, ഉമ്മാനെക്കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ?